ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളെന്താണെന്ന് വെച്ചാല് ദോഹ കോർണിഷ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം കൂടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഗൈസ്, മീൻപിടുത്തമാണ്. ഇത് കണ്ടില്ലേ, മീൻപിടുത്തമാണ്. അപ്പോ നമ്മുടെ മച്ചാന്മാര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട ഗൈസ്, മീന് പോണ് കണ്ട ഗൈസ്, ഇഷ്ടംപോലെ മീനുണ്ട്. അതുപോലെ കണ്ടോ, ഇത് മൊത്തം കടലും ബീച്ച്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ചുറ്റും നോക്കിയാൽ തന്നെ ഇത് കണ്ടോ, മൊത്തം ബിൽഡിങ്ങുകളാണ്. ഹെവി ആയിട്ടുള്ള നല്ല അസല് ബിൽഡിങ്ങുകളാണ്. ടോർച്ച് ടവർ പോലെ അങ്ങനെ എന്തൊക്കെയോ ടവറുകളുടെ പേര് നാളൊക്കെ ഉണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമ്മളിങ്ങനെ ചുറ്റും കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ കുറെ ബിൽഡിങ്ങുകളുണ്ട്. ഇതിന്റെ സംഗതികൾ അറിയില്ല, ക്ഷമിക്കുക. അപ്പൊ ഇതാണ് നമ്മളെ കോർണിഷ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഇവിടെയാണ് നമ്മളൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മച്ചാൻ ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോ മീൻ പിടിത്തം പറഞ്ഞാന്ന് വെച്ചാല് ഇത് കണ്ട മിസ്റ്റർ തമ്പി കുരുവിളത്തും. തമ്പി ഒരു ഹായ് കൊടു. അതന്നെ, തമ്പിയാണ് മീൻ പിടുത്തക്കാരൻ. പക്ഷെ മീന് ഒരെണ്ണം പോലും കിട്ടുന്നില്ല ഗൈസ്. മീനെ ഞങ്ങള് പിടിക്കാൻ വന്നപ്പോ അതിന് മനസ്സിലായതുകൊണ്ട്. അമ്മനെ ഒരു ഹായ് കൊടു. ഹായ് വാ, ഇതാ നമ്മുടെ അടുത്ത ചങ്കുപടി. ഇനിയിപ്പോ അടുത്തൊരു വറുത്ത് മീൻ ഞങ്ങൾക്ക് കിട്ടിയ നമ്മ വർക്കാണ്. സ്രാവ് ഫസ്റ്റ് കിട്ടിയ കൊടുത്തിട്ട് 50 രൂപ വെച്ച് കൊടുത്തിട്ട്. ഇനിയിപ്പോ ഇതാണ് നിഖില്, ഹായ് വരാടാ. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി മീൻ പിടുത്തം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പേരും മീൻ പിടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, വലിയ ചൂണ്ടയൊക്കെ വെച്ചിട്ട് അവർ പിടിത്താം. പക്ഷെ അവർക്ക് പിടിക്കാൻ അറിയാം, അതുപോലെ തന്നെ ചൂണ്ടയുണ്ട്. ഇത് നമുക്ക് ഇത് കണ്ട നമ്മുടെ ചെറിയൊരു ചൂണ്ടയാണ്. പക്ഷെ ഇതില് നമുക്ക് പിടിക്കാൻ അറിയില്ല, എറിയാനും അറിയില്ല. അത്രേ ഉള്ളു പ്രശ്നം. അപ്പുറത്തും കണ്ടോ ആൾക്കാർ ഇഷ്ടംപോലെ പേര്, ഇഷ്ടംപോലെ ആൾക്കാര് മീൻ പിടിക്കുന്നുണ്ട്. കണ്ടോ, അതുപോലെ ബോട്ട് കണ്ടോ, ബോട്ട്, ഹൗസ് ബോട്ട് പോലെ, നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് പോലെ ഇതിങ്ങനെ പോകുന്നുണ്ട് ബോട്ടുകള്. ഓക്കെ, ഇതൊക്കെയാണ് ഗൈസ് ശരിക്കും നമ്മളെ ഇവിടെ ഖത്തറിലെ വിശേഷങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വെച്ചാല്, ഒരുപാട് ബിൽഡിങ്ങുകളും ഒരു പൂതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തായാലും വെള്ളിയാഴ്ച ലീവാണല്ലോ, അപ്പൊ വ്യാഴാഴ്ച ഇങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ മച്ചാന്മാരെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ച് ഞങ്ങളൊന്നും ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ ആയിരുന്നു ഇന്നത്തെ രാത്രി മൊത്തം. നാളെ ലീവായത് കൊണ്ട് അപ്പൊ പിന്നെ സമാധാനത്തോടെ കിടന്നു തുടങ്ങി എണീക്കാലോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഗൈസ് വന്നതാണ്. അപ്പൊ ഇത്രത്തോളമാണ് ഇവിടെ ഖത്തറിന്റെ വിശേഷങ്ങൾ പറയാൻ. ഇവിടെ കണ്ട 3 ബോട്ടുകളാണ് പോകുന്നത്, 3 ബോട്ടുകൾ ഗൈസ്, 3 കപ്പൽ എന്ന് പറയാം. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മുടെ 2ാമത്തെ വീഡിയോസ് ആണ്. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. PK വ്ളോഗ്സ് 2ാമത്തെ വ്ളോഗാണ്. ഫസ്റ്റ് ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് ചെയ്ത സപ്പോർട്ടിന് വളരെയധികം നന്ദി. 1000ഓളം ആൾക്കാർ കാണുകയൊക്കെ ചെയ്തു, 1000-1200 പേര് കാണുകയൊക്കെ ചെയ്തു. വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് മാത്രം ചെയ്യണില്ല ഗൈസ്, അത് മാത്രം ചെയ്യാതിരിക്കരുത് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ എനേബിളും ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ PK വ്ളോഗ്സ്, സൈൻ ഔട്ട്.